ഹായ് ഫ്രണ്ട്സ്, കണ്ടില്ലേ മക്കൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നത്. കണ്ണെഴുതി കൊടുക്കാന്ന് പറഞ്ഞാൽ പിരിവാണ് എഴുതി കൊടുക്കുന്നത്. മുന്നേയൊക്കെ ഞാൻ എപ്പോഴും മക്കൾക്ക് പിരിവ് എഴുതി കൊടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്കാണ് എഴുതി കൊടുക്കാറുള്ളത്. കുഞ്ഞുങ്ങൾക്കിപ്പം കുറുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതെപ്പോഴും നമ്മളിങ്ങനെ മുഖമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് കരിയെല്ലാം നന്നായിട്ട് സ്പ്രെഡാവും കേട്ടോ. അതുകൊണ്ട് തന്നെ അധികമായിട്ടിപ്പം കരി അങ്ങനെ അധികം എഴുതി കൊടുക്കാറില്ല. പിന്നെ ഇടയ്ക്ക് പുറത്തെങ്ങാനും പോകുമ്പോഴോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കരി എഴുതി കൊടുക്കാറുള്ളത്. ഞങ്ങൾക്കെപ്പോഴും കണ്ണൊക്കെ എഴുതി പിരിയൊക്കെ എഴുതി കുഞ്ഞു പൊട്ടൊക്കെ ഇട്ട് ഇതുപോലെ മക്കളെ ഒരുക്കി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കരി എഴുതി കൊടുക്കാറുള്ളത്. ചിലർ ഒരുപാട് പേർ എൻ്റെ അടുത്ത് കമൻറ്റ് പറയാറുണ്ട്, എന്തിനാ കട്ടിക്ക് പിരി എഴുതി കൊടുക്കുന്നേ, കട്ടി കുറച്ച് എഴുതി കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കട്ടി കുറച്ച് തന്നെയാണ് എഴുതുന്നത്. നിങ്ങൾക്കിത് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് കനത്തിൽ തോന്നുന്നതാണ്. പിന്നെ തീരെ കനം കുറച്ച് എഴുതുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം നമ്മൾ പിരികം വരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കരി കൊണ്ട് വരയ്ക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ കറുത്ത് വരികയും അതുപോലെ നമ്മൾ വരയ്ക്കുന്ന ഷേപ്പിനനുസരിച്ച് തന്നെ കുഞ്ഞുങ്ങളുടെ പിരിയം വളർന്നു വരികയൊക്കെ ചെയ്യും. പിന്നെ കണ്ണിൽ നിന്ന് ചെറുതായി വാലിടുന്ന സമയത്ത് ഇത്ര കനത്തിന് വരയ്ക്കേണ്ട, ചെറുതായിട്ട് വാലിട്ടാൽ മതിയാകും. ഇനി കുഞ്ഞുങ്ങളെ കണ്ണെഴുതുന്ന സമയത്ത് ഞാൻ ചെറിയ രീതിയിൽ വാലിട്ടും അതുപോലെ കണ്ണിനകത്ത് കരി എഴുതിയും പല രീതിയിൽ കണ്ണെഴുതി കൊടുക്കാറുണ്ട്. ഇത് ഞാൻ കുറച്ച് വലിയ രീതിയിൽ വാലിട്ട് എഴുതിയെന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ കാണാനാണ് ഇഷ്ടം. ചെറിയ രീതിയിലും വാലിട്ട് കണ്ണെഴുതാറുണ്ട്. അതുപോലെ കണ്ണിനകത്തും കൺപോളകൾക്കുള്ളിലും കരി നീട്ടി എഴുതാനും അറിയാം. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അവർ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്.